സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പാരായണം ചെയ്യോ? ബക്കറ ഒന്നുമല്ല, പേടിക്കണ്ട. നിങ്ങാര് വലുത് വല്ലതും പറഞ്ഞാൽ എന്ത് ചെയ്യോ? പേടിക്കണ്ട. ഞാനൊരു സൂറത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചെറിയ സൂറത്ത്, 10 ആയത്തെങ്ങാണ്ടേ ഉള്ളൂ. 10 ആയത്തെങ്ങാണ്ടേ ഉള്ളൂ. ഈ സൂറത്ത് നിങ്ങൾ ഓതിയ നിങ്ങളുടെ പാപം അല്ലാഹു പൊറുക്കും. നിങ്ങൾ അല്ലാഹു നന്നാക്കി തരും. അല്ലാഹു ആകട്ടെ. സൂറത്തു തകാസുർ. ഏത് സൂറത്ത്? നബി തങ്ങൾ പറയുന്ന സൂറത്തു തകാസുർ ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ സുമ്മ ലതറബുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സൂറത്ത് ഓതാൻ അറിയില്ലേ? എന്താൻ അറിയില്ലേ? ഇൻഷാ അല്ലാഹ് ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? വെറുതെ ഓതിയാ പോരാ. ഇത് വെറുതെ ഓതിയാ നിങ്ങൾ രക്ഷപ്പെടില്ല. ഇതെങ്ങനെ ഓതണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ കയറി വന്നപ്പോൾ സഹാബത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. നബി തങ്ങൾ വന്ന് ഇടയിൽ കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു ഖുർആൻ ഓതാൻ. സഹാബി ചോദിച്ചു, ഏത് സൂറത്ത് ഓതണം നബിയെ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, തകാസുർ ഓത്. ഈ അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓത്. അപ്പൊ ഈ സഹാബി ഓതാൻ തുടങ്ങി. നബി തങ്ങൾ കരയാൻ തുടങ്ങി. ഈ സൂറത്ത് ഓതാൻ തുടങ്ങിയപ്പോ നബി തങ്ങൾ കരയാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ ഓതി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരും എന്തേ കരയാത്തിരിച്ചു? സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആരും എന്താ കരയാത്തെ? ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബി, ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല. എന്നാ ഒന്നുകൂടെ ഓതാൻ പറഞ്ഞു. രണ്ടാമതും ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുന്നവർ കരയണം, അല്ലാത്തവർ കരയുന്നവരെ പോലെ അഭിനയിക്കണം. നമുക്ക് അഭിനയിക്കാം. എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ കണ്ണ് നിറയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.